ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് ഈ പിക്ചർ എങ്ങനെ വരയ്ക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ ട്രയാങ്കിൾസ് എന്ന പാഠത്തിലൊക്കെ ലാസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ പിക്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പിക്ചർ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യണേ. അതുപോലെ ഇനിയിപ്പോൾ വെക്കേഷൻ അടുക്കാറായി, എക്സാംസാണ്. അപ്പോൾ ഞാൻ ഇതിന് മാത്സ് എക്സാമിന് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിതൊന്നും കൂടെ കണ്ട് ഇതിൻ്റെ വീഡിയോ ഇടാമല്ലോ എന്ന് ഓർത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കേണ്ട ഇതിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഈ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടയ്ക്ക് മുന പോലെ വെട്ടമുള്ള കട്ടർ, കോമ്പസ്, റേസർ. ഞാൻ ബ്ലാക്ക് പെൻ യൂസ് ചെയ്താണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് സ്കെച്ചാണ്, സ്കെച്ച് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പെൻസിൽ വേണം. പിന്നെ ഞാനിപ്പോൾ സ്കെയിൽ യൂസ് ചെയ്യുന്നില്ല, ഞാൻ 6 പെയറാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ വേണം. ഇനി ഞാൻ അടി വെക്കാനായിട്ട് ബുക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ള പേപ്പർ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. നമുക്കത് ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കണം. അത് ചെറിയ പെൻസിൽ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ 9 സെൻറ്റിമീറ്റർ നീളത്തിലോ 12 സെൻറ്റിമീറ്റർ നീളത്തിലോ വരയ്ക്കും. തൽക്കാലത്തേക്ക് 9 സെൻറ്റിമീറ്റർ നീളത്തിലാണ് വരയ്ക്കുന്നത്. ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊരു ലൈൻ. ഈ ലൈൻ നമുക്ക് വേണമെങ്കിൽ പെൻ യൂസ് ചെയ്ത് വരയ്ക്കാം. പെൻ എടുത്തതിന് ശേഷം പെൻ യൂസ് ചെയ്ത് ഈ ലൈനും മുകളിലൂടെ വരച്ചെടുക്കുന്നുണ്ട്. ലൈൻ കിട്ടി. പിന്നെ നമുക്കിനി വേണ്ടത്, ഞാൻ കോമ്പസ് എടുത്തിട്ടുണ്ട്. കോമ്പസിൽ പെൻസിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഇതിങ്ങനെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇതിങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുന്നതെന്നല്ല. ഇതിന് ഞാൻ പെൻ യൂസ് ചെയ്ത് ഇങ്ങോട്ട് യോജിപ്പിക്കുകയാണ്. ഇവിടെ 4.5 സെൻറ്റിമീറ്ററിൽ ഒരടയാളം ഇടണം, പോയിൻ്റ് ഇടണം, പോയിൻ്റ് മാർക്ക് ചെയ്യണം. പിന്നെ ഇവിടെ നിന്ന് 4.5 സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് മാർക്ക് ചെയ്യണം. താഴെ നിന്ന് 4.5 സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, ഇതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആയിരിക്കും നമ്മൾ പെൻസിൽ യൂസ് ചെയ്താണ് വരയ്ക്കുന്നത്. ഇവിടെ ഈ കോർണറിൽ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അതായത് ഇവിടുത്തേൻ്റെ പിന്നെ ഇവിടെ ഒന്നും ഇട്ട് കൊടുക്കുക. ഈ കോർണറിന് ഞാൻ 2 ഇട്ട് കൊടുക്കുന്നു. മൂന്നാമത്തെ ഇങ്ങോട്ട് 3 ഇട്ട് കൊടുക്കും.
ഇനി പോയിൻറ്റ്സിന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ കോർണർ ഒന്നിൽ നിന്ന് 3ൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള കോർണറിലോട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഒന്നാമത്തെ കോർണറിൽ ഇനി കോർണർ 2ൽ നിന്ന് 3ൻ്റെ 1ൻ്റെ ഇടയ്ക്കുള്ള കോർണറിലോട്ട് ഞാൻ വരയ്ക്കുകയാണ്. കോർണർ 3ൽ നിന്ന് 1ൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ളത് അഥവാ നേരെ അങ്ങ് വരച്ചു കൊടുക്കണം. കുത്തനെ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് കോമ്പസിൽ വീണ്ടും ഒന്ന് എടുക്കണം. ഈ നടുക്ക് ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഡാർക്ക് ചെയ്യാം. ഈ പോയിൻ്റ് എൻ്റെ ഈ കോമ്പസിനെ മുഖത്തിട്ട് ഇവിടെ നിന്ന് എത്ര ഉണ്ട് ഇങ്ങോട്ടൊന്ന് അളക്കുക. എന്നിട്ട് ഇവിടെ കൂടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. സർക്കിൾ വരയ്ക്കേണ്ടവർക്ക് വരയ്ക്കണ്ട, എന്നാലും വരച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. അതിന് ശേഷം നമുക്കൊരു സമഷഡ്ഭുജം നമുക്കൊന്ന് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഈ വലിയ വരകൾ കണ്ടോ, ഇങ്ങോട്ടുള്ള വലിയ വരകൾ, അപ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ടാവും. സർക്കിൾ കാണില്ല, ചെറുതായിട്ടല്ലേ കാണുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഈ വലിയ വരികളിൽ ബാക്കി വരുന്ന സ്ഥലം നമുക്ക് വേണ്ടാത്തതാണ്. അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ സർക്കിൾ വരച്ച് കണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവിടെയും പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലോട്ട് ഒരൊറ്റ വര വരച്ചു കൊടുക്കുക. ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലോട്ട് ഒരു വര വരയ്ക്കുക. ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലോട്ടും ഒരു വര വരയ്ക്കുക. ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലോട്ടും ഒരു വര വരയ്ക്കുക. ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലോട്ടും ഒരു വര വരയ്ക്കുക. ലാസ്റ്റാണ് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലോട്ടും ഒരു വരയ്ക്കുക. ഇപ്പം ഇതുണ്ടോ ഈ പിക്ചറിൽ ഇവിടെ ഞാൻ 12 സെൻറ്റിമീറ്റർ യൂസ് ചെയ്താണ് വലിയ പിക്ചർ വരച്ചേക്കുന്നത്. ഇവിടുത്തെ ഈ ഷഡ്ഭുജം നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ഈ ഷഡ്ഭുജം ഇവിടുത്തെ ഇങ്ങനൊരു വര കാണിച്ചു തരാം. നമുക്കിനി ഈ ഷഡ്ഭുജത്തിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ എടുക്കുക. ഈ ഇവിടുത്തെ ഈ 3ാമത്തെ പോയിൻറ്റിൻ്റെ ഈ ലൈനിൻ്റെ നേരെയാണ് ഇട്ട് വരുന്നേക്കുന്നെങ്കിൽ ഇവിടുത്തെ ഈ പോയിൻറ്റിൽ കുത്തുക. ശേഷം ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് നമുക്കൊരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. അതൊരു ട്രയാങ്കിൾ മാത്രമേ നമ്മൾ പേന യൂസ് ചെയ്ത് വരയ്ക്കാവൂ. അല്ലാണ് നിങ്ങൾ എല്ലാം പേന യൂസ് ചെയ്ത് വരച്ചാൽ അല്ല സ്കെച്ച് പെൻ യൂസ് ചെയ്ത് വരച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ട്രയാങ്കിൾ കിട്ടി. നമുക്ക് ഈ വൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. വൈറ്റ് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക. നന്നായിട്ട് വരയ്ക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം, കാണാം എല്ലാവർക്കും. ഈ ട്രയാങ്കിളിനുള്ളിലേക്ക് നമ്മുടെ പെൻ കയറില്ല, ഇങ്ക് കയറുക. ഇവിടെ നിന്ന് ഇത്രയും, പിന്നെ ഈ പോയിൻ്റിൽ നിന്ന് ബാക്കി ഇതുണ്ടോ, ഇത്ര വരാൻ പാടുള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് വരയ്ക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇത്ര, പിന്നെ ഇവിടെ നിന്ന് ഇത്ര,
ഇപ്പോൾ നമുക്കിത് ഈ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ നേരെ വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വേണം. ഇനി നമുക്ക് ബാക്കി കുറച്ച് മിനുക്കപ്പനാളുണ്ട്. ഇതും കൂടെ ചെയ്ത് നമ്മൾ ട്രയാങ്കിൾ സെറ്റാവും. ഈ പോയിൻ്റിൽ നിന്ന് നമുക്ക് ഈ ലൈൻ പോയിൻ്റ് മുകളിൽ 3 വരെ ഈ 2 എഴുതിയ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. എൻ്റെ കളർ വരാത്ത പെൻസിൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കളർ കറക്റ്റ് വന്നിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഞാൻ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് റൈസ് ചെയ്യണം. ഇതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് റൈസ് ചെയ്ത് സെറ്റാക്കാം. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുത്ത് റെഡിയാക്കാം. ഞാൻ കളർ കൊടുക്കുമ്പോൾ പെൻസിൽ യൂസ് ചെയ്ത് പെരിയെ ഇതിനെ ഫുൾ കളർ ചെയ്തെടുക്കണം. കളർ ചെയ്ത് കുറച്ച് കളർ കേസിലാണെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ ഇത്രയും എന്നിട്ട് ഇതിൻ്റെ ഈ ട്രയാങ്കിളുണ്ട്. ഈ ട്രയാങ്കിൾ കളർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ട്രയാങ്കിൾ കളർ ചെയ്യും. ഈ ട്രയാങ്കിൾ ഈ ഷർട്ട് വെച്ചാൽ നമുക്ക് കളർ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ അടിക്കുന്ന എല്ലാം ഒരേ കളർ തന്നെയാണ്. ഇനി ഞാൻ പറയാം ഒരു കാര്യം കൂടെയുണ്ട്. സ്കെച്ചാണെങ്കിൽ സ്കെച്ച് വെച്ച് ഇപ്പോഴും അടിക്കരുത് കേട്ടോ. ഇനി ഇതിൽ ലൈറ്റുള്ള കുറച്ച് കളർ യൂസ് ചെയ്യാവുള്ളൂ. പറയാം ഇങ്ങനത്തെ കളറില്ല. ലാസ്റ്റ് അടിക്കുമ്പോൾ വല്ല കൂടുതലും ഈ പെൻസിലിൻ്റെ ഈ കളറും വൈറ്റുമാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ കുറച്ച് മിനുക്കുകളും അടി പോയതെല്ലാം തൂത്തതിന് ശേഷം റബ്ബ് ചെയ്തൊക്കെ എടുക്കണം. അങ്ങനെ നമ്മുടെ ഇതിങ്ങനെ സെറ്റായിട്ടുണ്ട്. ഞങ്ങളുടെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻസ് എല്ലാം കൂടെ ഒന്ന് കടുപ്പം കുറച്ച് കൂട്ടി അടിച്ചു കൊടുക്കാം.
ഇങ്ങനെ ഡാർക്കായിട്ടുള്ള സ്കെച്ച് പെൻസും കൂടെ യൂസ് ചെയ്ത് സെറ്റ് ആവും. പിന്നെ കുറച്ച് കടുപ്പം കൂട്ടിയും കൂടെ അടിച്ചാൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സെറ്റായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ലവ് യു ആൾ. ബൈ. പിന്നെ കാര്യം എല്ലാവരും സബ് ആൻഡ് ലൈക്ക്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.